ചൂടെല്ലാം കുറഞ്ഞതാ അങ്ങനെ വേനൽ മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പന്നെ നല്ല ഇടിയും മഴയാണ്. എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം മെയ് 14-ാം തീയതി ഷൂട്ട് ചെയ്ത ഒരു വ്ളോഗാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ഗ്രീൻ പീസ് കറിയായിരുന്നേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ ഞാൻ ഇരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴയാണ് കേട്ടോ. മഴവെള്ളം ചാടുന്നതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ചെറിയ ഡിസ്റ്റർബൻസ് ആണെന്നറിയാം, എങ്കിലും അതൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ പാത്രം തേക്കുന്ന ലിക്വിഡിൻ്റെ ആണോ അലക്കുന്ന സോപ്പിൻ്റെ ആണോ എന്തിൻ്റെ ആണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കയ്യിൽ മോതിരവിരലിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു അലർജി പോലെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. തോല് പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ് ഈ ഗ്ലൗസ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനിതിൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ പാത്രം തേക്കെല്ലാം കഴിഞ്ഞിട്ട് ഈ ഗ്ലൗസും നല്ലപോലെ ലിക്വിഡ് ഒഴിച്ചൊന്ന് കഴുകിയിട്ട് സ്പൂണൊക്കെ തൂക്കിയിടുന്ന ഹോൾഡറില്ലേ അതിലേക്ക് അങ്ങ് തൂക്കിയിടും കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോയി നല്ല വൃത്തിയായിട്ടിരുന്നോളുവേ. ഇത് വൈകുന്നേരമാണ് കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ നിവാങ്കുഞ്ഞുള്ള സമയത്ത് എനിക്ക് രാവിലെ ഒന്നും ക്ലീനിങ്ങിനൊന്നും സമയം കിട്ടാറില്ല കേട്ടോ. വൈകുന്നേരമാണ് ഞാൻ ക്ലീനിങ് ചെയ്യാറുള്ളത്. അപ്പം ഞാൻ എന്തായാലും അതിൻ്റെ ഒരു വ്ളോഗ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. റൂമാണ് കേട്ടോ ഇന്ന് മെയിനായിട്ടും ക്ലീൻ ചെയ്യുന്നത്. റൂമിൽ കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു. പിന്നെ ആ രണ്ട് മൂലക്കിട്ടിരിക്കുന്ന ആ കസേരയിൽ കുറച്ച് നിവാങ്കുഞ്ഞിൻ്റെ ടോയ്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കാരണം ടോയ്സ് ഇട്ട് വെക്കുന്ന ഒരു ബാസ്ക്കറ്റല്ല, ഒരു മാക്രം ത്രെഡിൻ്റെ ഒരു നെറ്റ് പോലത്തെ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അത് പൊടിയായിരുന്നു. അപ്പം ഞാനത് അലക്കാനെടുത്തപ്പോഴത്തേക്കും ഈ ടോയ്സ് എല്ലാം ഈ കസേരയിൽ ഇങ്ങനെ നിരത്തി വെച്ചേക്കുവാണ് കേട്ടോ. അതൊക്കെ ഒന്ന് അടുക്കി വെക്കാമെന്ന് വിചാരിച്ചു. നിവാങ്കുഞ്ഞ് അപ്പുറത്തെ റൂമിൽ നിന്ന് TV കാണുന്നുണ്ട്. ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് നദാങ്കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം നമുക്ക് നദാൻ്റെ വീട് വരെ പോകണം. ചെറിയൊരു കേക്ക് കട്ടിങ്ങും സെലിബ്രേഷനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ ആ ടോയ്സൊക്കെ ഞാനൊന്ന് ഒതുക്കി വെച്ചു. ഇനി അടിച്ചു വരണം കേട്ടോ. നെക്സ്റ്റ് അടുത്ത് തന്നെ ഒരു ഡീപ്പ് ക്ലീനിങ് വ്ളോഗ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് മൊത്തത്തിലൊന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്തെടുക്കണം എന്നുണ്ട്. നിവാങ്കുഞ്ഞിനെ അംഗൻവാടി വിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ് ഈ ഒരു കിച്ചൺ ടവല്. 110 രൂപയ്ക്കോ മറ്റോ ആണ് കേട്ടോ ഞാൻ ഈ 4 എണ്ണത്തിൻ്റെ സെറ്റ് വാങ്ങിച്ചത്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള കിച്ചൺ ടവലാണ്. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് കൈ തുടയ്ക്കാനും പാത്രം തേക്കുന്നതിൻ്റെ അവിടെ പാത്രം തേക്കുന്ന ഭാഗത്തായിട്ട് കൈ തുടയ്ക്കാനൊക്കെ ആയിട്ട് പഴയ കിച്ചൺ ടവലിട്ടിട്ട് വാഷ് ബേസിൻ്റെ സൈഡിലും പിന്നെ അത്യാവശ്യം നമുക്ക് കൈയൊക്കെ തുടയ്ക്കാനായിട്ട് ഞാൻ 2 കിച്ചൺ ടവൽ എടുത്തു കേട്ടോ. ബാക്കി 2 എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വീടിൻ്റെ ഓരോരോ ചെറിയ ഭാഗങ്ങളായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് വരുന്നത്. ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്നത് ബുക്സൊക്കെ അടുക്കി വെച്ചിരുന്ന ഒരു ചെറിയൊരു സ്ലാബാണ്. അവിടുത്തെ ആ ബുക്സും സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് നിവാങ്കുഞ്ഞിന് കഴിഞ്ഞ ദിവസം അഡ്മിഷൻ എടുക്കാൻ പോയി കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് ബാഗും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാഗ്, അവൻ്റെ യൂണിഫോം ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് അടുക്കി എടുത്ത് വെച്ചു. പിന്നെ ഹാളൊക്കെ അടിച്ചു വരുവാണേ. നിവാങ്കുഞ്ഞ് അതിലെ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ട് നടക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞാൻ അടിച്ചു വരുന്ന സമയത്ത് എന്നോട് വർത്താനം പറയുന്നുണ്ട്. പിന്നെ നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഒരു വോൾ സ്റ്റിക്കർ വെച്ചിട്ട് ഞാൻ ചില ഡെക്കറേഷൻസൊക്കെ, അതായത് ചില ഹോം ഡെക്കോറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു ഷോളാണ്, എൻ്റെ ഒരു പഴയൊരു ഷോളാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നില്ലാത്തതാണ് കേട്ടോ. അതിന് 2ആയിട്ട് മടക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു ഞൊറിവെടുത്ത് നമുക്കിങ്ങനെ ഗ്യാസ് സിലിണ്ടർ മടക്കി വെക്കാം കേട്ടോ. അപ്പോൾ ആ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഒരു ഭംഗി നമുക്കറിയാം, ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ ഗ്യാസിൻ്റെ കവറൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറേ അധികം പേപ്പർ കഷ്ണങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നിവാങ്കുഞ്ഞും കൂടെ പടം വരച്ചതും വെട്ടിക്കളിച്ചതും എല്ലാം ഉണ്ട്. ഞങ്ങൾ ക്രാഫ്റ്റ് ഉണ്ടാക്കിയതെല്ലാം ഉണ്ട് ആ കൂടെ. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കും. അത് കാരണം പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാനത് പ്ലാസ്റ്റിക് കഴുകി വീട്ടിട്ടുണ്ടെങ്കിൽ വേറൊരു കവറിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അത് കാരണം പേപ്പർ വേസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. തുടയ്ക്കുന്നില്ല കേട്ടോ. ഞാൻ രാവിലെ ഒന്ന് തുടച്ചതാണ്. സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ തുടയ്ക്കാറുണ്ട്. അത് കാരണം എപ്പോഴും നല്ല നീറ്റായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ കിച്ചൺ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യണം. അത് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മീഷോയിൽ നിന്നൊരു ഡയറി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കെന്തെങ്കിലും കണ്ടൻറ്റൊക്കെ ഐഡിയാസൊക്കെ എഴുതാനൊക്കെ ആയിട്ട് ഒരു ഡയറി. 124 രൂപയാണ് ആ ഡയറിക്കായത്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഡയറിയാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് വീഡിയോയുടെ താഴെ പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിവാങ്കുഞ്ഞിന്
മാഗി വേണമെന്ന് പറഞ്ഞു കേട്ടോ. മാഗി എപ്പോഴും അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല, വല്ലപ്പോഴും ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ താഴത്തെ ഇത്താടെ കടയിൽ പോയി മാഗിയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ചൂടോടുകൂടി ഉണ്ടാക്കി കഴിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നീവാങ്കുഞ്ഞും നദാനും പൊന്നൂസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഇരുന്ന് മാഗിയൊക്കെ കഴിച്ചു. ബാക്കി കഴുകാനുള്ള പാത്രങ്ങളും കൂടെ കഴുകി വെക്കുവാണ്. പാത്രങ്ങൾ ഞാനിപ്പോൾ സിങ്കിൽ അങ്ങനെ കൂട്ടിയിടാറില്ല കേട്ടോ. അത് കാരണം സിങ്ക് എപ്പോഴും നല്ല ക്ലീനായിട്ട് കിടക്കാൻ അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ, പണ്ടെന്നല്ല നേരത്തെ ഞാൻ രാവിലെയും വൈകുന്നേരമാണ് കേട്ടോ പാത്രം തേച്ചുകൊണ്ടിരുന്നത്. സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അങ്ങനെ സമയം കിട്ടാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പിന്നെ ക്ലാസ്സൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ വേസ്റ്റ് പാത്രം കഴുകാൻ വന്നാൽ അപ്പം തന്നെ കഴുകി വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഒത്തിരി പാത്രം ആകാറില്ല കേട്ടോ. അങ്ങനെ ചൂട് മാഗി ഇവിടെ ആയിട്ടുണ്ട്. മാഗി സിമ്പിളായിട്ട് ചെയ്തെടുത്തതാണ്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസത്തേന് വഴുതനങ്ങ തോരൻ വെക്കാനായിട്ടൊന്ന് അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് അരിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. ഇത് നാളെയാണ് ഇനി തോരൻ വെക്കത്തുള്ളത്. അപ്പം നമുക്ക് കഴിഞ്ഞ വ്ളോഗ്സിൽ കമൻസ് അറിയിച്ച കൂട്ടുകാരെ ആരൊക്കെയാണെന്ന് നോക്കാം. ലിജിൻ ലീ, ലക്ഷ്മി നന്ദന, അശ്വതി PR, മുത്തുമണീസ്, ജീസ് ആൻഡ് ലൈഫ് ഓഫ് അയാൻ. അപ്പോൾ കമൻസ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മളുടെ ചാനലിലെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുന്നതിനും ലൈക്ക് ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനുമൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. എല്ലാവർക്കും ഒരുപാട് നന്ദി. നമുക്ക് വീണ്ടും കാണാം. Hi.